റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡ ആയിരുന്നു. ഇതിൽ വനിതയല്ല, ഇതിൽ പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. ഇത്രയും നാൾ ഇവര് ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് പക്ഷെ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവര് തന്നെ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്. നമസ്കാരം. താരസംഘടനയിലെ പെൺഭരണം 1 വർഷം പൂർത്തിയാകും മുൻപ് അവസാനിപ്പിച്ചു. പ്രസിഡന്റ് ശ്വേതാ മേനോനും 17-അംഗ ഭരണസമിതിയും രാജിവെച്ചു. സംഘടനയിലെ പ്രാഥമിക അംഗത്വം രാജിവെച്ച ശ്വേത ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. കുറ്റാരോപിതർ സംഘടന പിടിക്കുന്നതായും പാവയായി തുടരാനില്ലെന്നും പറഞ്ഞാണ് ശ്വേത പടിയിറങ്ങുന്നത്. നേതൃത്വം മാറണമെന്ന ആവശ്യവുമായി അംഗങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലി വൻ നാടകീയ രംഗങ്ങളും പൊട്ടിത്തെറിയുമാണ് സംഘടനയ്ക്കുള്ളിൽ നടന്നത്. സ്ത്രീകളെ ഉപദ്രവിച്ച കമ്മിറ്റിയാണ് പുറത്തു പോകുന്നതെന്നായിരുന്നു ബാബുരാജിന്റെ മറുപടി. ഏറെ വിവാദങ്ങൾക്ക് ശേഷം താരസംഘടനയെ നയിക്കാൻ മുന്നിട്ടിറങ്ങിയ സ്ത്രീകളാണ് 1 വർഷം തികയും മുൻപ് പുറത്തേക്ക് പോകുന്നത്. AMMA വിട്ട സ്ത്രീകൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്വേത പടിയിറങ്ങുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ആരാണ് ഇവരെ രാജിയിലേക്ക് നയിച്ചത്? AMMA ഒരിക്കലും നന്നാകില്ലേ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ പ്രകാശ് ബാരെ സംവിധായകൻ, രഞ്ജിനി നടി, രാഹുൽ ഈശ്വർ നിരീക്ഷകൻ, മാളവിക ബിന്നി ആക്ടിവിസ്റ്റ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ പ്രകാശ് ബാരെ. താരസംഘടനയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള പരിഹാരം എന്ന നിലയിലാണ് 1 വർഷം മുൻപ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ അതിന്റെ ഭരണസമിതി രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ 1 വർഷം തികയും മുൻപ് തന്നെ അവർക്ക് രാജിവെച്ചൊഴിയേണ്ടി വരികയാണ്. രാജിവെച്ചൊഴിയുന്നു എന്ന് മാത്രമല്ല, ആ രാജിയിലേക്ക് നയിക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ശ്വേത പറയുന്ന കാര്യങ്ങളെ നമ്മൾ എത്ര ഗൗരവത്തോടു കൂടി കാണണം. കുറ്റാരോപിതരുടെ കയ്യിലേക്ക് കാര്യങ്ങൾ പോകാൻ കൃത്യമായ അജണ്ടയോടുകൂടിയാണ് കാര്യങ്ങൾ നടന്നത് എന്നതാണ് അവർ ആരോപിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞ സ്ത്രീകൾ, അതായത് AMMA വിട്ട് സംഘടനയ്ക്ക് പുറത്തു വന്ന് തുറന്നു പറഞ്ഞ സ്ത്രീകൾ, അവർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഇന്ന് ബോധ്യം വരുന്നു എന്നുകൂടി ശ്വേത പറയുകയാണ്. ശ്രീ പ്രകാശ് ബാരെ. ഓഡിയോ പ്രശ്നമുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? പത്ത് 12 വർഷം മുമ്പ് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങുമ്പോൾ AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ചേരുക എന്ന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ എൻ്റെ കൂടെയുള്ള ആൾക്കാരും ആ സമയത്ത് സിനിമയിൽ വന്ന ആൾക്കാരൊക്കെ ഒരിക്കലും ആ സംഘടനയിൽ ചേരുന്നതിലൊരു കാര്യമില്ല. അത് അതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ പിന്നെ അഭിനേതാക്കൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അന്ന് എൻ്റെ കൂടെ ആ തീരുമാനം എടുത്ത പലരും പിന്നീട് ആ ഓർഗനൈസേഷനിൽ ചേരുകയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്ന കുറേ സ്ത്രീകൾ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണെന്ന് നമുക്ക് ഇന്ന് ശ്വേത പറയാതെ തന്നെ വളരെ വ്യക്തമാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ ഓർഗനൈസേഷനിൽ ഇപ്പം ഇന്ന് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, വുമൻ കാർഡ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ കാർഡ് ഇറക്കി കളിക്കുന്നു എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ സംഭവമാണ്. കാരണം ഒരു നടി ആക്രമിക്കപ്പെടുന്നു, ആ നടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അവരുടെ അംഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു സംഘടന അത് ചെയ്തില്ല. മാത്രമല്ല, അത് കോൺസ്പയർ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുക.
എന്നിട്ട് അതിൽ പ്രതിഷേധിക്കുന്ന ആൾക്കാരുടെ പ്രതിഷേധത്തിന് വകവെക്കാതെ അവരെ ഓർഗനൈസേഷനിൽ പുറത്തു പോകാൻ നിർബന്ധിതരാക്കുക. അത് കഴിഞ്ഞിട്ട് ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ പവർ ഗ്രൂപ്പ് എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് കുറ്റാരോപിതരുടെ അവർക്ക് എൻമാസ് എന്ന് രാജിവെച്ച് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന ഈ വുമൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ വെറും ഒരു പുറംപൂച്ച് മാത്രമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അത് ശ്വേതയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ, എന്നും ശ്വേത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റഡ് ഫിഗറാണ്. ആ ഫിഗറിനെ മുന്നിൽ വെച്ചിട്ടാണ് അവർ ഈ ഓർഗനൈസേഷനെ ഒരു മാറ്റവുമില്ലാതെ വീണ്ടും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എത്ര തവണ ICC ഫോം ചെയ്യണം, അകത്ത് ആർക്കെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് റിഡ്രസൽ മെക്കാനിസം അതിൻ്റെ അകത്ത് വേണമെന്ന് പറഞ്ഞിട്ട് പ്ലീഡ് ചെയ്തു, ഭീഷണിപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ ഇത് മുഴുവൻ ഉണ്ടായിട്ട് പോലും അതിന് തയ്യാറാവാതെ അതിനെ ഇങ്ങനെ അതിൻ്റെ എങ്ങനെയൊക്കെ അത് ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് നിന്ന ഒരു സംഘടനയാണിത്. ആ സംഘടനയിൽ അവിടെ ശ്രീ പ്രകാശ് ബാരൻ നോക്കൂ, ഇപ്പോൾ അൻസിബയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതി അൻസിബ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. പക്ഷേ ശ്വേത അതിലെടുത്ത നിലപാട് എന്താണ്? ഇത് അമ്മയിൽ പരിഹരിക്കേണ്ടതല്ല എന്ന തരത്തിൽ എടുത്തു. അതിനെ സംഘടനയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായില്ല. അത് പുറത്തേക്ക് പോകാൻ വഴിവെച്ചു. എന്താണോ ഇതിനുള്ളിൽ ഇവരെ പുറത്താക്കാൻ ആഗ്രഹിച്ചവർ ഉണ്ടാക്കാൻ ശ്രമിച്ച സാഹചര്യം, അതിന് വഴിമരുന്നിടുന്ന നടപടികൾ ശ്വേതയുടെ ഭാഗത്തു നിന്നും വന്നില്ലേ? ആ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണോ താങ്കൾ കരുതുന്നത്? അത് കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാമായിരുന്നില്ലേ? പ്രത്യേകിച്ച് ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന സംഘടനയിൽ നിന്ന് അത്തരമൊരു നീതി കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും, അത്തരമൊരു സമീപനം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കും. അവിടെ ഒരു പരാജയം സംഭവിച്ചില്ലേ യഥാർത്ഥത്തിൽ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പടലപ്പിണക്കങ്ങളും എല്ലാ ഇഷ്യൂസും വളരെ അടുത്ത് നിന്ന് നോക്കി കണ്ട ഒരാളല്ല ഞാൻ. ഈ ഒരു വലിയ ബിഗ് പിക്ചറിൻ്റെ നടുവിൽ ഈ ഒരു ഇഷ്യൂ ആണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു പ്രോപ്പർ കംപ്ലൈൻറ്റ് റിഡ്രസൽ മെക്കാനിസം ഇല്ലാത്തപ്പോൾ ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വിമർശനം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയെ തൽക്കാലത്തേക്ക് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാത്തരം എക്സ്ക്യൂസുകൾ ഉപയോഗിച്ചിട്ട് അതിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. കുറ്റാരോപിതർക്ക് തിരിച്ച് ഭരണം പിടിക്കാനുള്ള ഒരു നാടകമായിരുന്നു ഇന്ന് അവിടെ നടന്നിരുന്നത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പലതിലും കഴമ്പും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതല്ല നമ്മൾ നോക്കിക്കാണേണ്ടത്. 2017 മുതൽ ഇന്ന് വരെ നടന്നിരിക്കുന്ന ഈ നാടകത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ മലയാള സിനിമയ്ക്ക് ഇന്ത്യ മുഴുവനും ഇൻ്റർനാഷണലിയും റെക്കഗ്നിഷൻ നേടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് യോജിച്ച തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ ഈ AMMA എന്ന് അവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് അവരുടെ അവസാനത്തെ ബസ്സാണെന്ന് ഞാൻ പറയാം. ഇനിയെങ്കിലും ചെയ്ത തെറ്റുകൾ തിരുത്തി ഇറങ്ങിപ്പോയവരെയൊക്കെ തിരിച്ചു വിളിച്ച് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സ്പേസ് ആക്കി ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് ചവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിയ പോകുന്ന ഒരു ഓർഗനൈസേഷനാണ് AMMA. തീർച്ചയായും. ശ്രീമതി രഞ്ജിനി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിനി, ഒരു സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഭരണസമിതി രൂപീകരിക്കുമ്പോൾ മാറ്റത്തിന്റെ തുടക്കം എന്നത് കണ്ട് അതിനെ പോസിറ്റീവായി സമീപിക്കാൻ നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷേ ആ സ്ത്രീകൾക്ക് അവർ നേരിട്ട ആരോപണങ്ങൾ, അതിൽ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. 45 ദിവസത്തെ സമയം ശ്വേതാ മേനോൻ ചോദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്തെ പണമല്ല, അതിലുള്ള പ്രശ്നങ്ങളല്ല. പക്ഷേ ഇത് അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവരോട് വിശദീകരിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും 45 ദിവസത്തെ സമയമാണ് അവർ ആവശ്യപ്പെട്ടത്. ആ സമയം അവർക്ക് നൽകി എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ പോലും ഉള്ള ഒരു സമീപനം ഉണ്ടായില്ല. ഈ വാർഷിക യോഗത്തിൽ തന്നെ അവരെ പുറത്താക്കിയിരിക്കുന്നു. മുഴുവൻ അംഗങ്ങളും രാജിവെച്ച് പുറത്തു പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇത് രാജിയാണോ, സ്വമേധയാ ഉള്ള രാജിയാണോ, അതോ പിടിച്ചു വാങ്ങിയ രാജിയാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ ശരിക്കും AMMA മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഓക്കെ, സോ എനിക്ക് അറിഞ്ഞൂടാ അവിടെ എന്താ സംഭവിച്ചത്. പക്ഷേ ശ്വേത ഷീസ് എ വെരി സ്ട്രോങ് വിൽ വുമൻ ആണ്.
പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി പോവും. പിന്നെ ഷീ വിൽ വോയിസ് ഔട്ട്. ഇത് എന്താ പറയാ, എനിക്ക് ഇത് ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു എനിക്ക് ഒരു ഇതില്ല. എനിക്ക് ഇത് അറിയാം, ഇത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നു, എത്ര നാளைക്ക് ഇവര് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് എ മെയിൽ ഡോമിനൻസ്, ഇറ്റ്സ് എ ഷോവനിസ്റ്റിക് സൊസൈറ്റി ആണ് ഈ ഫിലിം ഇൻഡസ്ട്രി. അപ്പോ ഇങ്ങനെ ഒരു ലേഡി വരുമ്പോ എല്ലാവർക്കും അത് ഒരു എന്താ പറയാ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എന്താ ഇറ്റ്സ് എ ബാക്ക് സീറ്റ് ആയി പോയി അല്ലേ. ബിക്കോസ് ഓവർനൈറ്റ് ആയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത ശേഷം ഓവർനൈറ്റ് എല്ലാവരും കൂട്ടത്തിലെ എല്ലാവരും രാജിവെച്ച് പോയതാ. അപ്പോ അങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു ലേഡി വരുമ്പോ യു ക്യാൻ എക്സ്പെക്ട് ഓൾ ദീസ് തിങ്സ് ടു ഹാപ്പൻ. അപ്പോ ഇപ്പോ നമ്മൾ എല്ലാവരും പറയുന്നു ഈക്വൽ ഓപ്പർച്യൂണിറ്റി, പിന്നെ എല്ലാവരും ഈക്വൽ ആണ്, ദർസ് നോ സെക്സിസം, ദർസ് നോ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ പറയുന്നു. വാക്കാല മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ ഗസ്റ്ററിൽ അത് ഇല്ല. ഇത് കാരണം കൊണ്ടാണ് ഞാൻ ഹേമ കമ്മിറ്റി ഒരു ഡിസ്കഷനിൽ പോകുമ്പോൾ തന്നെ ഇതെല്ലാം ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തു. ബിക്കോസ് ഐ വാസ് ദ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ആണ്. എന്റെ ഇൻപുട്സ് അതിനകത്ത് ഒരുപാട് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് റിഡ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു മെക്കാനിസം നമുക്ക് വേണം. ബിക്കോസ് ട്രൈബ്യൂണൽ ആൻഡ് ഓൾസോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈ പവർ ഗ്രൂപ്പ്സിന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോ ഇതിന്റെ റിമോട്ട് കൺട്രോൾ ആയിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. ശ്വേത ഭർത്തക്ക് മുമ്പ് പ്രീവിയസ്ലി ഉള്ള മാനേജ്മെന്റിൽ തന്നെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, കൈയടിച്ച് കൂവി അടിച്ചവരാണ് ഇന്നത്തെ ശ്വേതയുടെ ഇതിലെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പിന്നെ മറ്റ് വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവര്. അപ്പോ ഇത് നൊളഞ്ഞു കേറിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ നൊളഞ്ഞു കേറുമ്പോ റിമോട്ട് കൺട്രോളിൽ എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഹാപ്പൻ ടുഡേ. എനിക്കിത് സർപ്രൈസ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു ശ്വേത പ്രസിഡന്റ് ആയി. ബിക്കോസ് എനിക്ക് ഇഷ്ടം ശ്വേത വരണമെന്ന്. ബിക്കോസ് എത്ര നാளைക്ക് എന്താ പറയാ, നമ്മളോട് ഇന്ത്യയിലെ തന്നെ പ്രൈം മിനിസ്റ്റർ, വി ഹാഡ് ഇന്ദിരാഗാന്ധി ആസ് എ പ്രൈം മിനിസ്റ്റർ. അപ്പോ എന്താ അയൺ ലേഡി ഓഫ് ദ ഈസ്റ്റ് ആണ് പറഞ്ഞത്. ഒരു ലേഡിക്ക് ആഫ്റ്റർ ഓൾ ദിസ് ഇസ് ജസ്റ്റ് എൻ അസോസിയേഷൻ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റൂലേ? വീട്ടിലെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാ വീട്ടിലെയും അമ്മമാരുകളല്ലേ വീട്ടിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഹസ്ബൻഡ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ ഗോയിങ് ഫോർ വർക്ക്. വീട്ടിലിരിക്കുന്ന ആൾക്കാർ, ഐ മീൻ ലേഡീസ് എല്ലാവരും വർക്കൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ പിള്ളേരെ നോക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ആസ് എ ഹൗസ് വൈഫ് വി നോ ഹൗ ടു റൺ ദ ഫാമിലി. അങ്ങനെ മണി മാനേജ്മെന്റ് എല്ലാം ചെയ്ത വ്യക്തിയാണ് ഫീമെയിൽസ്, മൾട്ടി ടാസ്കേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോ ഈ ചെറിയ ആഫ്റ്റർ ഓൾ ഇസ് ജസ്റ്റ് AMMA, ഇത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂലേ? ഇസ്ന്റ് ഇറ്റ് എ ജോക്ക്? എനിക്കിത് കണ്ടപ്പോ തന്നെ എനിക്ക് വളരെ എന്താ പറയാ, നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി മലയാളം ലൈക്ക് നേരത്തെ പ്രകാശ് പറഞ്ഞ പോലെ നമ്മള് ഈ എസ്റ്റീംഡ് ഉള്ള ഇൻഡസ്ട്രിയാണ്. ബിക്കോസ് എവിടെ ചെന്നാലും മലയാളം മൂവീസ് ഹാവ് ബീൻ എ ഹ്യൂജ് റെക്കഗ്നേഷൻ. ഇഷ്ടം പോലെ ആൾക്കാർ, ഈവൻ ലാംഗ്വേജ് അറിയാത്ത ആൾക്കാർ തന്നെ പറയുന്നുണ്ട് വി ലവ് മലയാളം മൂവീസ്. അങ്ങനെ ഒരു എന്താ പറയാ, സത്യജിത്രയെല്ലാം നമ്മൾ ഓവർകം ചെയ്തു, മൃണൽ സെല്ലിനെല്ലാം ഓവർകം ചെയ്ത ഇൻഡസ്ട്രിയാണ് ഇത്. ഇന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ വളരെ സങ്കടം, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഈവൻ ദോ ഐ എം നോട്ട് പാർട്ട് ഓഫ് AMMA. എനിക്ക് വളരെ സങ്കടമാണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഇൻഡസ്ട്രി. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം പറയുള്ളൂ. ബിക്കോസ് നമ്മളോട് CM വലിയ ഇപ്പോ റീസെന്റ് ഒരുപാട് ഇത് എന്താ പറയാ, കൊച്ചിയെ ഫിലിം ഹബ് ആക്കണം, പിന്നെ കൾച്ചറൽ കോഴിക്കോടിലെ കൾച്ചറൽ ഇത് ആക്കണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരു വാക്ക്, ഒരു ട്രൈബ്യൂണൽ അത് പറയാതെ ഇരുന്നപ്പോ എനിക്ക് വളരെ സങ്കടം. കാരണം അങ്ങേര് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇരിക്കുമ്പോ സെഷനിൽ തന്നെ വന്ന് ഇതേക്കുറിച്ച് പറഞ്ഞു, ഹേമ കമ്മിറ്റി റെക്കമെൻഡേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴും മുഖ്യമന്ത്രി കോടതിയിലെ കേസ് എടുക്കുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെ വിത്ത് KK രമ മാം, മുനീർ സാബ്, പിന്നെ ഇങ്ങേര് എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തി. അപ്പോ അവര് പറഞ്ഞത് ഹേമ കമ്മിറ്റി, ഞങ്ങൾ വരുമ്പോ ഹേമ കമ്മിറ്റി എന്തെങ്കിലും ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായി? ഇപ്പൊ ഫ്യൂ ഡേയ്സ് അഗോ ഹി ഡിഡ് ഓൾ ദിസ്. ഇതെല്ലാം വലിയ എന്താ പറയാ, നല്ല കാര്യങ്ങളാണ്. ഇത് ഇൻഡസ്ട്രി ആക്കണം, ഹബ് ആക്കണം, ഇതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ
ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ട്രൈബ്യൂണൽ. എന്ത് കാരണം കൊണ്ട് ഞാൻ അത് ഫൈറ്റ് ചെയ്യുന്നു? ഇങ്ങനത്തെ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാൻ നമുക്ക് ഒരു സംവിധാനമില്ല ഇവിടെ. ഇവിടെ തന്നെ ഈ എക്സിക്യൂട്ടീവ് മെമ്പർ, ഐ തിങ്ക് ഹൻസിബ ആൻഡ് ഓൾ ദിസ് പീപ്പിൾ, അവർ തന്നെ എന്ത് കാരണം കൊണ്ട് മീഡിയയിൽ വന്ന് പറയുന്നു? കാരണം അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. Nobody is going to listen to you. There's no redressal. Nothing will be done. അത് കാരണം കൊണ്ടാണ് അവർ പബ്ലിക്കിന് വന്ന് പറയുന്നു. ഇത് വരാതെ ഇരിക്കാനാണ് ഞാൻ ട്രൈബ്യൂണലുകൾക്ക് വേണ്ടി ഇത്ര വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ കുറെ പേരോട് ചോദിച്ചു, എല്ലാവർക്കും പേടിയാ. രഞ്ജിനെ പോലെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എന്ത് കാരണം കൊണ്ട്? You all join with me. നമുക്ക് ഇത് ചെയ്തെടുക്കാം, നമുക്ക് ഫൈറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നു മീൻസ് ഇത് ഒരു അത്യാവശ്യമാണ്, എന്തിനാ പേടിക്കുന്നേ? അങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും ഒളിഞ്ഞു മാറി. ബട്ട് ഐ ഡോണ്ട് കെയർ, ഐ വിൽ ഫൈറ്റ് ഫോർ ദിസ് അൺടിൽ ട്രൈബ്യൂണൽ വരെ വரைக்கும். ഞാൻ മരിച്ചാലും ശരി, ഞാൻ ഇതിക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യണം. തീർച്ചയായും കൃത്യമായ നിലപാടാണ്. നമുക്കറിയാം, ഇപ്പോൾ വീട് ഭരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, സംസ്ഥാനം ഭരിക്കുന്ന സ്ത്രീകളുണ്ട്, രാജ്യം ഭരിക്കുന്ന സ്ത്രീകളുണ്ട്, ബഹിരാകാശത്ത് പോകുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ AMMയുടെ തലപ്പത്ത് സ്ത്രീകൾക്ക് വാഴാൻ പറ്റില്ല. അവിടെ ശ്വേതയോട് ചോദിക്കുമ്പോൾ ശ്വേത പറയുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ല, പാവകളായിരിക്കണം അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്, പാവയാകാൻ തന്നെ കിട്ടില്ല എന്നതാണ് ശ്വേത മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ശ്രീമതി മാളവിക ബിന്നി, അവിടെ ഒരു പാവയാണ് ആളുകൾക്ക് വേണ്ടത്, ആ സംഘടനയെ നയിക്കാൻ, പറയുന്നത് കേൾക്കുന്ന, അതിനൊത്തു തുള്ളുന്ന ഒരു പാവയെ. അത് ആകാൻ കഴിയില്ല എന്ന ഒരു സ്ത്രീയുടെ ഉറച്ച തീരുമാനവും നിലപാടുമാണോ ശ്വേതയിലൂടെ നമ്മൾ കാണുന്നത്? കാലാകാലങ്ങളിൽ ആ സ്ഥാനത്ത് വർഷങ്ങളോളം തുടർന്നവരെല്ലാം പവർ ഗ്രൂപ്പിന്റെ പാവകളായിരുന്നു. അത് ഒന്നുകൂടി വ്യക്തമാവുകയാണോ ഈ ഘട്ടത്തിൽ? എനിക്ക് തോന്നുന്നു രണ്ടാമത് പറഞ്ഞ തന്നെയാണ് കറക്റ്റ് രേണുക. അത് ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ലാന്ന് എനിക്കുന്നു. കാരണം ഈ AMM എന്ന് പറഞ്ഞ സംഘടനയുടെ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ റോട്ട് അതിലുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പേട്രിയാർക്കലായിട്ട് നിലനിൽക്കുന്നത്, നിരന്തരമായിട്ട് ഹണ്ടേഴ്സിന്റെ ഇരപിടിയന്മാരുടെ കൂടെ നിലനിൽക്കുന്നതുമായിട്ടൊരു സംഘടനയാണ്. അവർ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ക്ലബ്ബ് പോലെ നിൽക്കുന്നതാണ്, ഇതൊരു യൂണിയൻ അല്ല. അപ്പൊ യൂണിയനിൽ നിന്ന് ഒരു വരുന്ന ഒരു അഡ്വക്കസി ഒരിക്കലും നമ്മൾ AMMയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. രണ്ട്, ഇവർ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള, ഈ സ്ത്രീകൾ ഭരണത്തിൽ വരുന്നതിന് മുമ്പേ ഉള്ള ആ ഇലക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് അങ്ങനെ അല്ല, ഞങ്ങൾ സ്ത്രീകളെ മാനിക്കുന്നതാണ്, റെസ്പെക്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ഘോരഘോരം അവരന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയത്ത് സ്ത്രീകൾ അതിന്റെ തലപ്പത്ത് വന്നാലും കേവലമായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ടോക്കൺ റെപ്രസെന്റേറ്റീവ്സ് മാത്രമായിട്ട്, ടോക്കനുകളുടെ പ്രത്യേകതയാണല്ലോ അവർ സംസാരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ കുറെ സംസാരിക്കുന്ന സ്ത്രീകൾ അതിൽ വന്നപ്പോൾ, അതിപ്പോ ശ്വേത ആണെങ്കിലും ശരി, അൻസിബ ആണെങ്കിലും ശരി, അതിൽ സംസാരിക്കുന്ന സ്ത്രീകൾ വന്നപ്പോൾ അത് ആ സിസ്റ്റത്തിലെ വൈറസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ വൈറസിനെ പുറന്തള്ളുക മാത്രമേ സിസ്റ്റത്തിന് പറ്റുള്ളൂ. ഇവിടെ പ്രകാശ് ബാരെ കുറെ കൂടെ ജനറസ് ആയിട്ടൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്, അവസാനത്തെ ബസ്സാണെന്ന്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവസാനത്തെ ബസ്സും പോയി കഴിഞ്ഞൊരു സംഘടനയാണിത്. കാരണം കാലത്തിനനുസരിച്ച് ഒട്ടും മാറാത്ത, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാനൊരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അത് കേരളം പോലൊരു ജെൻഡർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്രയധികം സ്ത്രീകൾ, സംസാരിക്കുന്ന സ്ത്രീകൾ വന്നിട്ടുള്ള ഒരു ജനറേഷണൽ ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഫീമെയിൽ വിസിബിലിറ്റിയും പ്രസൻസും ഇത്ര അധികമായിട്ട് സ്ത്രീകളുടെ ഏജൻസി പ്രകടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഒരു സ്ത്രീക്ക് വന്നിട്ട് തലപ്പത്ത് 1 വർഷം ഇരുന്ന ഒരു സ്ത്രീക്ക് വന്നിട്ട് എനിക്ക് പാവയാകാൻ ഞാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി വരേണ്ടി വരുന്നത്. അതിനോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ സ്ട്രക്ചറൽ റോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്കോസിസ്റ്റം നിലനിർത്തിയിട്ട് അതിന്റെ ഒരു ഏറ്റവും കീ പൊസിഷനിൽ ഒരു സ്ത്രീ വരുന്നത് കൊണ്ട് ഒരു ചേഞ്ച് വരില്ല. ആ സ്ത്രീ ഒരു സ്കേപ്പ് ഗോട്ടായി മാറുകയെ സാധ്യമുള്ളൂ. കാരണം എന്താ, ബാക്കിയെല്ലാം ഈ എക്കോസിസ്റ്റം മുഴുവൻ ഈ സ്ത്രീക്കെതിരെ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ സ്ത്രീയെ ഇൻകേപ്പബിൾ ആയി ചിത്രീകരിക്കാനും ഇൻഎഫിഷ്യന്റ് ആയിട്ട് ചിത്രീകരിക്കാനും ഭരണപാടവം ഇല്ലാത്തവളായി ചിത്രീകരിക്കാനും അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്ത്രീകളെ ചിത്രീകരിക്കാനും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിന്റെ എന്താണ് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 45 ദിവസം ശ്വേത ചോദിക്കുകയാണ്, ഈ 45 ദിവസം കൊടുക്കുന്നതിന് എന്താണ് ഇഷ്യൂ? 1 വർഷമല്ല ആയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ 30 വർഷവും
എത്രയോ ടേംസ് ഇരുന്ന ആണുങ്ങളോട് കാണിച്ച ജനറോസിറ്റി എന്താണ് ഈ ജനറൽ ബോഡി മെമ്പേഴ്സും അതിലെ കീ പ്ലെയേഴ്സ് ആയിട്ടുള്ളവർ ഈ സ്ത്രീകൾക്ക് കൊടുക്കാത്ത. അവർ ഒരു വർഷമേ ആയിട്ടുള്ളൂ ഇതുവരെ അധികാര പൊസിഷൻസിലോ മേജർ ഓർഗനൈസേഷന്റെയോ ഹെഡിൽ ഇരുന്നിട്ടുള്ള പവർ ഈൽഡിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ഭരണപാഠവും ഇല്ലാത്ത സ്ത്രീകൾ ആണ് എന്നുള്ള കൺസെഷൻസ് മേ ബി അതുപോലും കൊടുക്കാത്തുള്ള ഒരു രീതിയിൽ ഇതിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാണ്. പ്രൊസീജറൽ വയലേഷൻസ്, 21 ദിവസം മുമ്പേ ഓഡിറ്റിന്റെ റിപ്പോർട്ട് കൊടുത്തില്ല, ഇങ്ങനെയുള്ള കേവലമായിട്ടുള്ള പ്രൊസീജറൽ വയലേഷൻ പറഞ്ഞു. ഇതിന് മുമ്പ് ഇതിന്റെ പ്രൊസീഡിങ്സ് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പബ്ലിക്കലി അവൈലബിൾ ആണെങ്കിലും പ്രൈവറ്റ്ലി അവൈലബിൾ ആണെങ്കിലും ഒന്ന് നോക്കണം. എത്ര ജനറൽ ബോഡി മീറ്റിംഗ്സിൽ ഇത്ര കൃത്യമായിട്ട് ഇഴകീഴി പരിശോധിച്ചിട്ടുണ്ട് പ്രൊസീജറൽ വയലേഷൻ ഉണ്ടോ ഇല്ലേന്ന്? ഓഡിറ്റ് റിപ്പോർട്ട് 21 ദിവസം മുമ്പേ തന്നെ കൊടുത്തിട്ടുള്ള എത്ര വർഷങ്ങൾ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ ഇവരോട് ഉന്നയിക്കുന്ന ഇതേ ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ഉന്നയിച്ചിട്ടുണ്ടോ? ഇതൊരു മേജർ ഇഷ്യൂ ആണ്. കാരണം എപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരിക്കലും അവരുടെ ജെൻഡറിനെ സൂചിപ്പിച്ചുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യില്ല. മറ്റേതെങ്കിലും ഒരു ഇഷ്യൂവിലേക്ക് ഇത് ഡീവിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂവിനെ പ്രൊജക്ട് ചെയ്തിട്ട് ഇത് സ്ത്രീകളായതുകൊണ്ടല്ല അവർക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത്, പക്ഷെ മറ്റ് ഇഷ്യൂസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ XYZ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഇതിന്റെ സമൻ സബ്സ്റ്റൻസ് എന്താണ്? ഈ സ്ത്രീകൾക്ക് ഇത് ലീഡ് ചെയ്യാൻ അറിയില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു നാരറ്റീവ് സൃഷ്ടിക്കപ്പെടും. ഇതേ കാര്യമാണ്. ഇത് ഇന്നലെ തുടങ്ങിയല്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ടും ഈ സ്ത്രീകളെ തലപ്പത്ത് വന്ന ആ ഒരു സമയം തൊട്ട് തന്നെ നിരന്തരമായിട്ടുള്ള ഈ റൂമർ ചേർണിംഗ് മെഷീൻസിന്റെ വർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. നിരന്തരമായിട്ട് ഇവർ ഇനഫിഷ്യന്റ് ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള നാരറ്റീവുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് സ്ത്രീകൾ വെളിയിൽ വന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നെങ്കിലും ഉണ്ട്. നേരത്തെ ഈ AMMയുടെ തന്നെ ആദ്യത്തെ ഒരു 15-20 വർഷത്തിൽ ഈ വെളിയിൽ പോയ സ്ത്രീകളല്ലാതെ അതിനകത്ത് എങ്ങനെ ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇന്റേണൽ ഡെമോക്രസി ഇതിനകത്ത് കഴിഞ്ഞ ഒരു വർഷമാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്റേണൽ ഡെമോക്രസി ഉള്ളത് ഈ സ്ത്രീകളുടെ പ്രസൻസ് കാരണമാണ്. ആ ഇന്റേണൽ ഡെമോക്രസി നിലനിൽക്കുന്നത് ഒരു റോബസ്റ്റ് ഓർഗനൈസേഷൻ ആദ്യപടിയാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇങ്ങനെ ചർച്ചകൾ നടക്കും, വെളിയിൽ പോയി സംസാരിക്കും, ഈ AMMയിൽ നടക്കുന്ന പല കാര്യങ്ങളും വൈഡ്ലി ഡിസ്കസ്ഡ് ആകും. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഈ സ്ത്രീകളെ ചവിട്ടി പുറത്താക്കണം. ആ ചവിട്ടി പുറത്താക്കുന്ന പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവർക്കിത് നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ എലക്ഷൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ത്രീകളോട് ഭയങ്കര ബഹുമാനമാണ്, ഞങ്ങൾ എല്ലാ ഫെസിലിറ്റേഷൻസും സ്ത്രീകൾക്ക് കൊടുക്കുമെന്നുള്ള ആ പൊള്ളയായിട്ടുള്ള ഇവരുടെ ആ നാരറ്റീവ് ഇനി വില പോകില്ല. കാരണം കുറച്ച് സ്ത്രീകളെങ്കിലും അതിന് ശ്രമിച്ചു, ഇത് റിഫോർം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ റിഫോം അവിടെ പോസിബിൾ അല്ല. ടോക്കൺ റെപ്രസെന്റേഷൻ ഞാൻ ഉറപ്പായിട്ടും പറയാം, അടുത്ത ഇനി ഒരു എക്സിക്യൂട്ടീവ് എലക്ഷൻ ഉണ്ടെങ്കിൽ അതിലും ഒരു 2-3 സ്ത്രീകൾ, എക്സ്ട്രീംലി പേട്രിയാർക്കൽ ആയിട്ടുള്ള സ്ത്രീകളെ ഇവർ നിർത്തുകയും ചെയ്യും, അവരെ വിജയിപ്പിക്കുകയും ചെയ്യും, അവർക്കും ഈ ഗതി തന്നെ വരികയും ചെയ്യും. കാരണം സ്ട്രക്ചറൽ റോട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഇപ്പോ ചില നറേറ്റീവുകൾ ആവശ്യമായിരുന്നു എന്നത് മാളവിക ഭിന്നി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ ഭരണസമിതി അധികാരമേറ്റെടുത്തത് മുതൽ തന്നെ പാരലായി മറ്റൊരു പ്രവർത്തനം കൂടി അവിടെ നടക്കുന്നുണ്ട്. ഇവരെ എങ്ങനെ പുറത്താക്കാം എന്നത് ഇവരെക്കാൾ നല്ലതുപോലെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പറ്റുന്നൊരു സമിതി അതിന് പാരലായി തന്നെ വർക്ക് ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ പല നെറേറ്റീവുകളെ കുറിച്ച് പറയുമ്പോൾ, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വലിയ പാളിച്ചകൾ വരുത്തി എന്ന ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ അവർക്കായി. ഒപ്പം അൻസിബയുടെ വിഷയവും ഇതേപോലെ ഈ ഭരണസമിതിക്കെതിരായി നിൽക്കുന്നവർ എന്തുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്തില്ല, സ്ത്രീ വിഷയം എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത് കൂടി നമ്മൾ കാണുകയാണ്. സിദ്ദിഖും ബാബുരാജും ഇടവേള ബാബുവുമാണ് ഈ ഭരണസമിതി അധികാരത്തിലേക്ക് വരുമ്പോൾ അധികാരം നഷ്ടപ്പെട്ടവരാണ്. ഈ 3 പേരാണ് ഇന്ന് ഈ വാർഷിക റിപ്പോർട്ട് പാസ്സാക്കാൻ അനുവദിക്കാതെ ഏറ്റവും ശക്തമായ നിലപാടുകൾ അവിടെ സ്വീകരിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ പ്രകാശ് ബാരെ, അപ്പോൾ കൃത്യമായ നറേറ്റീവുകൾ ഉണ്ടാക്കാൻ ഈ പെൺഭരണം അവസാനിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടിയാണോ നമ്മൾ കാണേണ്ടത്? അതെ, ഈ മൈക്രോ ഇഷ്യൂസ് ഇന്ന് അവർ യൂസ് ചെയ്യുന്ന ഇഷ്യൂസിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കാൻ പ്രധാന കാരണം അതാണ്. നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിലെ ഈ സംഘടനയുടെ പെരുമാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇവരെന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അവരെന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. എൻ്റെ ബലമായ സംശയമല്ല, എനിക്ക് ഉറപ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഫൈനലി സെഷൻസ് കോടതിയുടെ വിധി വന്നതാണ് ഇന്ന് ഈ അടുത്ത ജനറൽ ബോഡിയിൽ
കാര്യങ്ങൾ ഇനിയിപ്പോൾ സ്ത്രീകളൊന്നും വേണ്ട, ഞങ്ങൾ ഭരണം തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഭരണം പിടിച്ചെടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള സത്യം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇനി ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് തലപ്പത്ത് വരാൻ പോകുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ ഞങ്ങളൊക്കെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ പിന്നെ ജനങ്ങളൊക്കെ മണ്ടന്മാരാണ്, നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള വിചാരം ഉണ്ടാവരുത്. ഈ AMMA എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു പിന്നെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മുന്നിൽ നിർത്തിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു നറേറ്റീവ്, ഒരു ചിത്രമുണ്ട്. എല്ലാ ആൾക്കാർക്കും ചാരിറ്റി ചെയ്യുന്ന 5000 ഉലുവ കുറേ പേർക്ക് കൊടുക്കുന്ന സംഭവമാണ്. ഇതുപോലെയുള്ള കുറ്റവാളികളുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു പാട്രിയാർക്കൽ ഓർഗനൈസേഷൻ എത്ര ചാരിറ്റി നടത്തി കഴിഞ്ഞാലും നിങ്ങളുടെ ചെയ്തികളെ അത് വെള്ളപൂശാൻ പോകുന്നില്ല. ഇത് വളരെ കൃത്യമാണ്. ഇനി മുന്നോട്ട് നിങ്ങൾ ആരെയാണ് ഈ സ്ത്രീകളെ ഇവിടുന്ന് പുറത്തിറക്കിയിട്ട് പടിയിറക്കിയിട്ട് നിങ്ങൾ ആരെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്, ഇപ്പോഴും ഷോർട്ട് ടേമിലും ലോങ് ടേമിലും എന്ന് കേരള സമൂഹം വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും ഇവിടിപ്പോ ഇനി ഒരു കമ്മിറ്റി വരികയാണ്. ശ്രീ പ്രകാശ് ബാരെ അഡ്ഹോക് കമ്മിറ്റിയാണ് വെച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ആയിട്ടുണ്ട്. രമേഷ് പിഷാരടി കൺവീനർ ആയിട്ടുകൊണ്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് വരാൻ പോകുന്നത്. ഈ സംഭവം നടക്കുന്നതിനിടയിൽ ജഗദീഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ഓൺ റെക്കോർഡ് അല്ല എങ്കിൽ പോലും പറയുന്നുണ്ട്, ഒരു ഭരണസമിതിയെ മാറ്റുന്ന ഒരു തീരുമാനം ഒരു കാരണവശാലും ഉണ്ടാകില്ല, കാരണം അതൊരു തെറ്റായ സന്ദേശം കൊടുക്കും എന്നത് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെയുള്ള പലരുടെയും തീരുമാനങ്ങൾ അല്ലെങ്കിൽ പലരുടെയും ആശയങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിൽ കൂടി വേണമോ കാണാൻ? ജഗദീഷ് ഈ അഭിപ്രായം പറയുമ്പോൾ ഒരു വർഷം മാത്രമാകുന്ന ഒരു ഭരണസമിതിയാണ് അത്. എത്രയോ നാൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾക്കൊടുവിലാണ് അത്തരമൊരു മാറ്റം ആ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നത്. അത് ഒരു വർഷം ആകുന്നതിന് മുൻപ് അവരെ പിടിച്ചു മാറ്റുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാകാവുന്ന ചർച്ചകൾ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഊന്നൽ നൽകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ആ രീതിയിൽ ചിന്തിച്ചവരെ കൂടി ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് തന്നെ എടുപിടിയാലെ 17 അംഗങ്ങളെയും രാജിവെപ്പിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിൽ എന്ത് ചർച്ച നടന്നാലും ഇതിനുള്ളിലുള്ള അംഗങ്ങൾ, ഞങ്ങളെ വിട്ടുപോയ അംഗങ്ങളുണ്ട്, അവർ അന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ ഈ ഭരണസമിതിയിൽ നിന്ന് പ്രസിഡന്റ് രാജിവെച്ചൊഴിയുന്നത്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചർച്ചകൾ നടന്നാലും ഞങ്ങൾക്കതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്നുകൂടി തെളിയിക്കുന്നതാണോ ഇന്നത്തെ സംഭവ വികാസങ്ങൾ? അവർ വീണ്ടും വീണ്ടും അവരുടെ തനി നിറം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീരെ ഡെമോക്രാറ്റിക് അല്ലാത്ത ഒരു ഓർഗനൈസേഷനാണ്. ഒരു അവിശ്വാസ പ്രമേയം പോലും ഇന്ന് കൊണ്ടുവരാൻ പറ്റില്ല, അതിന് നോട്ടീസ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം എന്നൊക്കെ രാവിലെ കേട്ടു. അവസാനം എത്ര എളുപ്പത്തിലാണ് ഇപ്പോഴുള്ള സംഭവത്തിനെ മാറ്റിയിട്ട് വേറൊരു സാധനം. ഇത് ഫാസിസം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പറയുക? ഇതിന് എന്ത് ഡെമോക്രസിയാണ് ഇതിൻ്റെ അകത്ത്? വളരെ കൂളായിട്ടാണ് ഈ സംഭവങ്ങൾ പിന്നെ വേണ്ട സമയത്ത് വേണ്ടുന്ന ആൾക്കാരെ അവിടെ പ്രതിഷ്ഠിക്കുകയും അത് ആവശ്യം കഴിയുമ്പോൾ അവരെ തട്ടി പുറത്താക്കിയിട്ട് വീണ്ടും അവരുടെ ശരിക്കുള്ള ഇൻറ്റൻഷൻസ് അവർ കാണിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സങ്കടമുണ്ട്. പിന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ പോലും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുമുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് നമ്മളൊക്കെ മണ്ടന്മാരാണെന്ന്. ഇപ്പോൾ തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി രഞ്ജിനി, ഈ സംഘടനയിൽ ആദ്യം തന്നെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു കുറ്റപത്രം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ ഭരണസമിതിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചർച്ചകൾ അവിടെ നടക്കുമ്പോൾ ഏതാണ്ട് 67 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൃത്യമായ കണക്ക് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് അംഗങ്ങൾക്ക് മുന്നിൽ വെക്കാനാകുന്നില്ല എന്നത് സംബന്ധിച്ചാണ് വലിയ തർക്കം ഉടലെടുക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ശ്വേതയോട് ചോദിക്കുമ്പോൾ ശ്വേത പറയുന്നത് അത് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് വന്നിട്ടുള്ള വീഴ്ചയല്ല, അതിനു മുമ്പുള്ള ബാബുരാജിൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ്, അതൊക്കെ വിശദീകരിക്കാനുള്ളൊരു സമയമാണ് താൻ ആവശ്യപ്പെട്ടത് എന്നത് പറയുകയാണ്. ഈ ജനറൽ ബോഡിക്ക് മുമ്പ് തന്നെ ആ കണക്ക് അതിലുള്ള വ്യക്തത വരുത്താനുള്ള ശ്രമം വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് നികത്തുന്നതിന് വേണ്ടി ഒരു സമയം അവർ ആവശ്യപ്പെട്ടു, അത് ലഭിക്കുന്നില്ല. താരസംഘടനയിൽ ഉണ്ടാകുന്ന, താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി വേണം, ആ ആവശ്യങ്ങൾ സജീവമാണ്. പക്ഷേ അത് പരിഹരിക്കപ്പെടുന്നില്ല, ആ നിലയ്ക്ക് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. സാമ്പത്തിക അഴിമതി,
അത് സംഘടനയ്ക്കുള്ളിൽ നിന്നാൽ മതിയോ? വിജിലൻസ് അന്വേഷണമോ അതിനപ്പുറം എന്താണ് നിയമപരമായിട്ടുള്ള സാധ്യതകൾ എന്നത് കണ്ടുകൊണ്ടുള്ള പരിശോധനകൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടിലും വേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? ഇത് ഒരു കുറച്ച് ഗ്രേ ഇഷ്യൂസ് ഉണ്ട്. കാരണം AMMA ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്നു എന്നാണ് കേട്ടത്. ആൻഡ് ഓൾസോ രേണുക അപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെ മീൻസ് ശരിക്കും ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ അത്യാവശ്യമാണ്. ബിക്കോസ് ചാരിറ്റീന് രജിസ്റ്റർ ചെയ്ത ഇറ്റ്സ് എ പബ്ലിക് ഡൊമെയിൻ. ഓക്കെ, സോ ഇറ്റ്സ് ഇറെലവന്റ്. അവർക്ക് എന്താ പറയാ, പറയാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ സംഘടന മാത്രമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് ചാരിറ്റി മീൻസ് ഇറ്റ്സ് കമ്മിങ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ഓൾ ദി പബ്ലിക് ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പോലീസ് ഇത് ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പിന്നെ ശ്വേത ആകെ ചോദിച്ചത് 45 days. ഇവർക്ക് അത് കൊടുക്കാൻ പറ്റൂലേ? അത് മാത്രമല്ല, ഈ ഇരിക്കുന്ന മെമ്പർ നമുക്ക് ഇത്ര മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അവിടെ പേടിയാണ് ശരിക്കും. ബിക്കോസ് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ എന്റെ ചാൻസ് നഷ്ടപ്പെടും. ഇത് തന്നെ ഇത് ഇറ്റ്സ് എനിക്ക് വാക്കുകളല്ല, വാക്ക് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് അത്രയ്ക്ക് മോശമാണ്. വി ആർ നോട്ട് സപ്പോർട്ടിങ് അവർ ഓൺ പീപ്പിൾ. നമുക്ക് ജസ്റ്റിസ് മീൻസ് നമുക്ക് സ്റ്റാൻഡ് ചെയ്യണ്ടേ? ഒരു തെറ്റ്, ഒരു വീട്ടില് ഒരു പ്രോബ്ലം നടക്കുന്നു, റൈറ്റ്? അപ്പോ ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അത് എന്താ പറയാ, ഒരു ഇത് ചെയ്യണ്ടേ? നമുക്കത് അഡ്രസ് ചെയ്യണ്ടേ? ഒരു ചാൻസ് കൊടുക്കണ്ടേ? ഇത് അവിടെ അങ്ങനെ ഇല്ല. നമ്മൾ തെറ്റ് ചെയ്യാതെ ആൾക്കാരാണ് സ്കേപ്പ് കോട്ടായി നമ്മൾ ഏതോ തെറ്റ് ചെയ്തു, ആ ബ്രാൻഡിങ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇത് ശരിക്കും ഒന്ന് ആ ഫൈനാൻസിന്റെ മാറ്റർ പോലീസ് ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ബിക്കോസ് ഇറ്റ്സ് വെരി സീരിയസ് അലിഗേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഷീ വാസ് സെയിങ് എന്താ പറയാ, എബ്സ്കോണ്ടിങ്. ഓക്കെ, എബ്സ്കോണ്ടിങ് ഇന്നും വന്നിട്ടില്ല. കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പേര് പറയണില്ല. അവർ ഇതെല്ലാം പ്രീവിയസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തോ അതേപോലെ ഇപ്പോൾ ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നു, ഇതെല്ലാം അക്കൗണ്ട്സ് അല്ലേ? അപ്പൊ ദേ ഹാവ് ടു ദ പോലീസ് ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ദിസ്. അത് മാത്രമല്ല, ഇത് ചാൻസ് ഇവിടെ തന്നെ AMML തന്നെ ഇങ്ങനത്തെ ഒരു ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഇവര് പ്രസിഡന്റ് ഈ ഗ്രൂപ്പ് തന്നെ, ഐ മീൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഇവരുടെ പ്രോബ്ലംസ് തന്നെ അവിടെ സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ആഫ്റ്റർ ഓൾ ഒരു നോർമൽ ആർട്ടിസ്റ്റിന്റെ പ്രശ്നം എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുന്നു? ഡീൽ ചെയ്യാൻ പറ്റില്ല ഇവർക്ക്. ബിക്കോസ് ഇത് ഇത്രയ്ക്ക് എല്ലാം കൺട്രോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ബീൻ കൺട്രോളിങ്. അത് മാത്രമല്ല, എല്ലാവർക്കും പേടിയാ. നമ്മൾ പോയി അവിടെ പറഞ്ഞാൽ നമ്മളോട് ഇഷ്യൂസ് കേട്ടിട്ട് അടുത്ത പടത്തിൽ നമുക്ക് ചാൻസ് ഉണ്ടാവില്ല. ഇത് തന്നെ എല്ലാവരും അത് കാരണം കൊണ്ട് എല്ലാം മിണ്ടാതെ ഇരിക്കുന്നത്. ഇതിനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ട്രൈബ്യൂണൽ എനിക്ക് തന്നെ ഇത് ഫെഡപ്പായി പോയി. എന്താ ഞാൻ എപ്പോഴും വന്നാക്ക ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്? അതല്ല, അങ്ങനെയല്ല, അത് സത്യമാണ്. ബിക്കോസ് വി ആർ ഇൻ ദ ഇൻഡസ്ട്രി. ഞാൻ അനുഭവിച്ചതാ, ഇപ്പോഴും അനുഭവിക്കുന്നത്. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ചെയ്താക്ക നമ്മൾ ബ്രാൻഡ് ചെയ്യും, അപ്പൊ നമ്മൾ ഔട്ടായി പോകും. ലക്കിലി എനിക്ക് വേറെ എഡ്യൂക്കേഷൻ പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കിയത് കാരണം കൊണ്ട് ഞാൻ സർവൈവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആലോചിക്ക് നോക്ക്, ഞാൻ മാത്രം ഈ സിനിമയിലെ മാത്രം എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ പറഞ്ഞിട്ടുണ്ടാക്ക, ഞാൻ ഐ വിൽ ബി എന്താ പറയാ, ഞാൻ പോവർട്ടിയിൽ വന്നാന്നേ. ഓക്കെ, ചാൻസ് ഇല്ലാതെ. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി. അപ്പൊ ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു അഡ്രസ് ചെയ്യാൻ നമുക്ക് ഗ്രീവൻസസ് വേണ്ടേ? പിന്നെ രേണുക പറഞ്ഞ പോലെ ICC വെച്ചിട്ട് കാര്യമില്ല ഇതില്. ബിക്കോസ് ICCയിൽ ഇരിക്കുന്ന മെമ്പേഴ്സ് തന്നെ പെട്ടെന്ന് വാട്സാപ്പില് കാര്യങ്ങൾ നടക്കും. നമ്മൾ എന്തോ ഒരു കേസ് കണ്ടിട്ടുണ്ട്, എത്ര ലീക്കേജസ് ICCയിലായിരുന്നു. ഇതെല്ലാം സാധ്യമില്ല ഈ ഇൻഡസ്ട്രിയിൽ. അത് കാരണം കൊണ്ടാണ് പറയുന്നത് ട്രൈബ്യൂണൽ ഇസ് ദ ഓൺലി സൊല്യൂഷൻ. ആൻഡ് ഐ ഹോപ്പ് നമ്മളുടെ CM ഇത് എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതർവൈസ് ഇത് ഭയങ്കര, ഇറ്റ്സ് നോട്ട് ഓൺലി അഫക്ടിങ് AMMA ഓർ സിനിമ ഇൻഡസ്ട്രി, ഇറ്റ്സ് അഫക്ടിങ് ദ എൻറ്റയർ കേരള. ബിക്കോസ് മലയാളം എന്ന് പറയുമ്പോൾ മലയാളം മൂവീസ് ആണ് എല്ലാവരും ചിന്തല വരുന്നത്. അപ്പോൾ അത് നമ്മളുടെ കേരള ബാധിക്കുമല്ലോ. ബിക്കോസ് അതർ സ്റ്റേറ്റ്സ്, ഞങ്ങൾ തന്നെ കുറെ സ്റ്റേറ്റ്സ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവർ എപ്പോഴും മൂവീസ് എന്നാണ് ആദ്യം പറയുന്നത്. ഓ, കേരള ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഓ യുവർ മൂവീസ് ആർ ഓസം അങ്ങനെ തന്നെ പറയുമ്പോൾ ഇത് നമുക്കല്ലേ ബാക്ക് ഫയർ ചെയ്യുന്നത്.
അപ്പൊ എങ്ങനെയാவது ഗവൺമെന്റ് ഇതില് ഒരു സൊല്യൂഷൻ എടുക്കണം. ട്രൈബ്യൂണൽ ആബ്സൊല്യൂട്ട്ലി ഇറ്റ്സ് എ മസ്റ്റ്. ഇവിടെ തന്നെ അഡ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ പോയി ഞങ്ങൾ അഡ്രസ് ചെയ്യും? നമുക്ക് കോടതി കയറി ഇറങ്ങാൻ പറ്റില്ല. കാരണം എത്ര വർഷങ്ങൾ, സേ ഫോർ എക്സാമ്പിൾ ഈ നടി ആക്രമിച്ച കേസ് എത്ര വർഷമായി, നിങ്ങൾ നീതി ലഭിച്ചോ? ഇല്ല. That's the reason why I keep on saying tribunal is the only solution. അപ്പോ തീർച്ചയായും നമുക്കറിയാം, ഇനിയും മേൽക്കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് അതിജീവിത. ഇപ്പോൾ നീതി ലഭിച്ചിട്ടില്ല എന്നത് അവർ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ പ്രതിപക്ഷത്തായിരുന്നു ഇപ്പോൾ ഭരണത്തിലുള്ളവർ. പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാത്തിനും ബദൽ നിർദ്ദേശിക്കുന്നവർക്ക് ഇതിനും ബദൽ നിർദ്ദേശിക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കയ്യടി കിട്ടുന്ന പ്രഖ്യാപനങ്ങളാണ് സിനിമാ മേഖലയ്ക്ക് വേണ്ടി ഈ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറം ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നത് നിർഭാഗ്യകരവുമാണ്. ശ്രീമതി മാളവിക ബിന്നി, നോക്കൂ, ഇവിടെ ഇപ്പോൾ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1955 പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള സംഘടനയാണ്. അത് ഈ അവിശ്വാസ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സംഘടനയിലെ അംഗങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഭരണസമിതി ഇപ്പോൾ തന്നെ അധികാരമൊഴിയുകയും ചട്ടപ്രകാരം ഈ യോഗം നിർദ്ദേശിക്കുന്ന താൽക്കാലിക ഭരണസമിതിക്ക് അധികാരം കൈമാറുകയും ചെയ്യണമെന്ന് അംഗങ്ങൾ മുൻപാകെ ഇതിനാൽ താൽപ്പര്യപ്പെടുന്നു എന്നതാണ്. അപ്പോൾ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ കാലത്ത് എന്നതാണ് ഇവർ ആരോപിക്കുന്നത്. അതേസമയം ഈ ആരോപണ വിധേയർ ഇരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നതാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മാറൂ, ഞങ്ങൾ അധികാരം ഏറ്റെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പ്രശ്ന പരിഹാരമാണ്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുകയോ അത് തിരുത്തുകയോ ആണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ പരാതികളോ നൽകുക എന്നതല്ലേ വേണ്ടത്? ഇതാണോ ഒരു പ്രശ്നപരിഹാര ശ്രമം? ഇതൊരു പ്രശ്നപരിഹാര ശ്രമം അല്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ഇതൊരു അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക്, ഇഷ്ടമില്ലാത്തൊരു സെറ്റ് ഓഫ് ആൾക്കാരെ ഇഷ്ടമില്ലാതായി തീരുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നതായിരിക്കും. കാരണം ഈ സ്ത്രീകൾക്കെല്ലാം ശബ്ദമുണ്ടെന്നും ഇവർ സംസാരിക്കുന്നവരാണെന്നും മേ ബി ഇവർ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കും. അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്ന് വന്ന ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഞാൻ ഇത് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇതിൽ മോഹൻലാലാണ് ഏറ്റവും മുതിർന്ന അംഗം, ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു അംഗം അവിടെ ഇന്ന് ഈ ജനറൽ ബോഡിയിൽ പങ്കെടുത്തത്. അദ്ദേഹം ഇന്ന് സംസാരിക്കുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊരു സ്റ്റാൻഡ് എടുത്തു എന്നതാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ അതാണോ വേണ്ടത് എന്നത് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇതിനു മുമ്പ് അതിജീവിത നടിയുടെ ഇഷ്യൂ വന്നപ്പോഴും ബാക്കിയുള്ള ഓരോ ഇഷ്യൂ വന്നപ്പോഴും ഈ ഹേമ കമ്മിറ്റി കഴിഞ്ഞ് വന്നിട്ടുള്ള അലിഗേഷൻസ് വന്നപ്പോഴുമൊക്കെ കേരളം മഹാനടന്മാരെന്ന് വിളിക്കുന്നവർ എടുത്തിട്ടുള്ള റെസ്പോൺസ് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒട്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല. ഇങ്ങനെ ഒരു റെസ്പോൺസിനെതിരെ എന്തെങ്കിലും അല്ല, നമുക്ക് ഇവർക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു റെസ്പോൺസ് വന്നിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് അതിലൊരു ഷോക്കോ സർപ്രൈസോ വരികയുള്ളൂ. കാരണം ഇത് ഒരു സമയത്തും ഒരു വളരെ പ്രോഗ്രസീവായിട്ടൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാം, നമുക്കൊരു റിഫോം കൊണ്ടുവരാം. ഇതിനോടൊപ്പം പറയേണ്ടിയിരിക്കുന്നത് ഇതിനു മുമ്പേ ഉള്ള കമ്മിറ്റി ഹെഡ് ചെയ്ത ആളും കൂടെ ആണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഒരു വലിയ ക്രൈസിസ് വരുന്ന ഒരു സമയത്ത് രാജിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്, ആ സമയത്ത് ആരും ആൺഭരണം തീർന്നു പോയി എന്ന് പറഞ്ഞില്ല. അത് ആണുങ്ങളുടെ ഇൻഎഫിഷ്യൻസി ആണെന്ന് പറഞ്ഞില്ല, ആണുങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി ഇല്ലായ്മയാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. തിരിച്ചും ഇപ്പം ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പെൺഭരണമെന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം സ്ട്രക്ചറലായിട്ടൊരു ചേഞ്ച് വരുന്നില്ല, ഒരു പരിവർത്തനാത്മകമായിട്ടുള്ള ഒരു മൂവും കഴിഞ്ഞ 10 വർഷമല്ല, കഴിഞ്ഞ ഒരു ഹിസ്റ്ററി, ഒരു 30 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും വരാത്ത ആണ്. ഇപ്പം ഈ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങൾ അത് വളരെ ചെറിയ പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇതേ സംഘടന നേരിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ ശ്വേത ഒരു സമയത്തും പറയുന്നില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. ഇതിന് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാൻ 45 ദിവസം സമയമാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 45 ദിവസം അവർക്ക് കൊടുത്തിട്ട് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് രാജിവെക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ അത് പോലീസ് എൻക്വയറി, ഇപ്പൊ എത്രയോ മന്ത്രിമാർക്കെതിരെ
ആരോപണങ്ങൾ വരുന്നുണ്ടല്ലേ. ഫിനാൻഷ്യൽ സ്കാമിന്റെയും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ മന്ത്രിമാർക്ക് എതിരെ വരുമ്പോൾ അവർ ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു എൻക്വയറി പ്രോസസ് നടക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രൊസീജിയറോ ഒരു എൻക്വയറി പ്രോസസ്സോ നടക്കാതെ അത്രയധികം പ്രഷർ ഈ മനുഷ്യരുടെ മുകളിൽ, സ്ത്രീകളുടെയും ആണെങ്കിലും പുരുഷന്മാരുടെ പ്രഷറൈസ് ചെയ്ത് ഇവരെ രാജിവെപ്പിക്കുന്ന ഇതൊരു പ്രഷർ ടാക്ടിക് ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു ഈ ഇഷ്യൂവിനൊരു റെമഡി കണ്ടെത്താൻ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ റെമഡിയൽ മെഷേഴ്സോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് റെമഡിയൽ മെഷേഴ്സിലോ അതിലോട്ടുള്ളൊരു എംഫസിസ് ആയിരിക്കണം ഇതിലിപ്പം ഈ ആരോപിക്കുന്ന ഭരണം പിടിക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഈ സംഭവങ്ങൾക്കില്ല എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ താരസംഘടനയിൽ നിന്ന് ശ്വേത പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചിട്ടുണ്ട്. അൻസിബയുടെ പരാതിയിൽ ആരോപണ വിധേയായ ലക്ഷ്മിപ്രിയയും പ്രാഥമിക അംഗത്വവും അമ്മയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്നതാണ് പറഞ്ഞത്. ഇനി ഇതിൽ ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിനും താനില്ല എന്ന് പറയുന്നു. അപ്പോൾ കൂടുതൽ പേരുടെ രാജി ഉണ്ടാകുമോ എന്നറിയില്ല. എന്താണ് അതിനുള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അതിൽ പങ്കെടുത്തവർ പുറമേക്ക് വന്ന് പറഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാകുക. അങ്ങനെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. മല്ലിക സുകുമാരൻ ഇതിനോട് പ്രതികരിച്ചിരുന്നു. രാജിവെക്കേണ്ടത് ശ്വേതയായിരുന്നില്ല എന്നതാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. ജോയ് മാത്യുവിന്റെ പിന്തുണ ശ്വേതയ്ക്കാണ്, ആ ഒരു ധാർമ്മിക പിന്തുണ നൽകേണ്ടതാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ താരസംഘടനയുടെ അംഗങ്ങൾ ഇല്ലാത്തപ്പോൾ താരസംഘടനയായ AMMയെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ശ്വേതാ മേനോനും ഭരണസമിതിയും 1 വർഷമാകുന്നതിന് മുൻപ് രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. ആരുടെ ആവശ്യമായിരുന്നു ഈ രാജി? ശ്വേതാ മേനോൻ ഭരണം ഏറ്റെടുത്തപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാവരും അവർക്ക് ഒരു എന്താ പറയുക പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടുമാണ് കൊടുത്തിരുന്നത്. ദൗർഭാഗ്യകരമാണ്. അമ്മ എന്നും പറയാറുള്ളത് പോലെ അമ്മ നമ്മളെല്ലാം സെലിബ്രിറ്റികളായി കാണുന്ന വലിയ താരങ്ങളുടെ സംഘടനയാണ്. അവർക്കിടയിൽ സമവായവും സമാധാനവും ഒക്കെ വേണം. ശ്രീമതി ശ്വേതാ മേനോൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ അമ്മയോട് ഇപ്പൊ രാജിവെച്ച ചില ആൾക്കാരോട് ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിരുന്നു. അവരുടെ ഉള്ളിലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും അവരുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകളും ഒക്കെ ആയിരിക്കണം ഇതിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുകൂടെ ബെറ്റർ രീതിയിൽ മാനേജ് ചെയ്യാമായിരുന്നു. അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരുന്നത് വളരെ പോസിറ്റീവാണ്. കാര്യം അമ്മയിൽ ഇരിക്കുന്ന എല്ലാവരും പണ്ട് മുതലേ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ശ്രീ സിദ്ദിഖ് അടക്കം ശ്രീ മോഹൻലാൽ അടക്കം അമ്മയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ ശക്തമായി പൊതുസമൂഹത്തിലേക്ക് വന്ന് അങ്ങനെയല്ല, ചില തെറ്റുകൾ എല്ലാ സംഘടനയിലും ഉണ്ടാകും, എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി അവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് എടുത്തത്. ഒരുപക്ഷെ ശ്രീമതി രേണുവിന് ഓർമ്മയാണ്, സാക്ഷാൽ ലാലേട്ടൻ മോഹൻലാൽ തന്നെ വളരെ താഴ്മയോടെ വിനയത്തോടെ വരികയും നമ്മുടെ മീഡിയക്കാരോട് പറയുകയുണ്ടായി, ഇന്നലെ വരെ നമ്മൾ ഒന്നായിരുന്നില്ലേ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് അന്യരായി, ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അന്യരായ. അപ്പൊ സിനിമാ താരങ്ങളെയും അമ്മയെയും കരിവാരി തേക്കുക എന്നൊരു അജണ്ട പലപ്പോഴും മാധ്യമങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. മാധ്യമ സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് മേലിൽ ഉണ്ടാകാറുണ്ട്. ഇവരാരും ഈ പ്രൊഫഷണൽ ഓർഗനൈസേഴ്സ് ഒന്നും അല്ലല്ലോ. ഇപ്പൊ മാധ്യമങ്ങൾക്ക് എന്ത് അജണ്ട രാഹുൽ? നമുക്കിനി കുറച്ച് സമയമേ ഉള്ളൂ, തർക്കിക്കാനുള്ള സമയമില്ല. മാധ്യമങ്ങൾക്ക് ഇതിലും അജണ്ടയില്ല. മാധ്യമങ്ങൾ പറയുന്നതിന്റെ അപ്പുറമാണ് അവിടെ നടക്കുന്നത്. നോക്കൂ, താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡിയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിന്റെ വ്യക്തമായ രൂപം നമുക്ക് ഇപ്പോഴും ഇല്ല. അതിലൊരു ഭാഗമാണ് മാധ്യമങ്ങൾ പറയുന്നത്. അവിടെ നടക്കുന്നത് അതിന്റെ അപ്പുറമാണ്. അങ്ങനെയല്ല, മാധ്യമങ്ങൾക്ക് ഇനി രേണുകാജിക്ക് താല്പര്യമുള്ള ഭാഷയെ പറയാം, ഒരു എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ട് എന്ന് പറയാം. അതേപോലെ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടെന്നും ബയസ് ഉണ്ടെന്നും ആൾക്കാർക്ക് പെർസീവ് ചെയ്യാം. താരസംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്വേതയ്ക്ക് എന്ത് എഡിറ്റോറിയൽ പൊസിഷൻ ആണുള്ളത്? നോക്കൂ, ശ്വേത പറഞ്ഞ വാക്കുകൾ ഇവിടെ നിന്ന് രാജിവെച്ച് പോയ സ്ത്രീകൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കിന്ന് ബോധ്യമാകുന്നു എന്നതാണ് ശ്വേത പറഞ്ഞത്. രാഹുലിന് അറിയാമല്ലോ ആ സ്ത്രീകൾ ആരൊക്കെയാണ് എന്നത്. രാഹുലിന് നല്ല ബോധ്യമുള്ളതാണല്ലോ. പാവയായിരിക്കുന്നവരെയാണ് ഇവർക്ക് വേണ്ടത്, എന്നെ പാവയാവാൻ കിട്ടില്ല എന്നതാണ് പറയുന്നത്. ഏതൊരു പുരുഷനും നല്ല നിലപാടാണ് ശ്വേത പറഞ്ഞിരിക്കുന്നത്. ഭീകരരായ കുറെ പാട്രിയാർക്കൽ പുരുഷന്മാർ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അവർ എന്ന് പറഞ്ഞ് വളരെ അമോർഫസ് ആയ, വളരെ വേപ്പറൈസ്ഡ് ആയ ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാത്ത പാട്രിയാർക്കി എന്ന ഭൂതത്തെ ഉണ്ടാക്കി പോരാടാൻ ശ്രമിക്കുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? ശ്വേതാ മേനോൻ അടക്കം വന്നപ്പോ എല്ലാവരും വരെ പിന്തുണച്ചതല്ലേ? അവരുടെ ഉള്ളിലെ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ കാരണവും പരസ്പരം സമവായം ഉണ്ടാക്കിയതിന്റെ കാരണവും ശ്രീമതി മല്ലിക സുകുമാരനടക്കം ചൂണ്ടിക്കാട്ടിയ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല. ഇതിന്റെ പിന്നിൽ എവിടെങ്കിലും ഇരുന്ന് ചില ആണുങ്ങൾ ഗൂഢാലോചനയോടെ പാട്രിയാർക്കി കളിച്ചുകൊണ്ട് ചരട് വലിക്കുകയാണെന്നൊക്കെ പറയുന്നത് ഫാൻസിഫുൾ ഇമാജിനേഷൻ ആണ്, ഒരു ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആണ്. ഇന്നതാ ഈ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വലിയ തർക്കമുണ്ടാകുന്നു, ഇവരുടെ റിപ്പോർട്ട് സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നു. അപ്പോൾ ശ്വേത പറയുകയാണ്, എനിക്കൊരു 45 ദിവസം തരൂ ഇത് ക്ലിയർ ചെയ്യാനെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതിരുന്നവർ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവരാണ്. മുൻ ഭരണസമിതിയിലുള്ളവരാണ്. അവർ ആരോപണ വിധേയരായിരുന്നു. അങ്ങനെയാണ് അവർക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഇവരാണ് ഇത് സമ്മതിക്കാതിരുന്നതിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ.
അവർക്ക് പുറത്തു പോകേണ്ടി വന്നതല്ല, അവർ ആ സ്പിരിറ്റ് എടുത്ത് രാജിവെച്ചതാണ്. ശ്രീ സിദ്ദിഖിനെതിരെ അടക്കം വന്ന കാര്യങ്ങളിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് അനുകൂലമായ പരാമർശത്തോടു കൂടി ജാമ്യം കൊടുത്തതാണ്. ഈ പലരെയും കള്ളക്കേസിൽ കൊടുക്കാൻ പല ആൾക്കാരും ശ്രമിച്ചപ്പോ അമ്മ രാജിവെക്കുകയും അമ്മയുടെ കോമൺ സ്പിരിറ്റ് എടുത്തുകൊണ്ട് എല്ലാ ഭരണസമിതികളും കൂടി രാജിവെക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ബാക്കി ആരെങ്കിലും വരെ പിടിച്ചു സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് തന്നിരിക്കുന്നു, എനിക്ക് എന്റെ സ്ഥാനം തിരിച്ചു തരൂ എന്നത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമായിരുന്നു. അതല്ലാണ്ട് ഇപ്പോ ശ്വേതയുടെ മേളിൽ എല്ലാ കുറ്റാരോപണവും ശ്വേതയുടെ മേളിലിട്ട് ഇവരെ കൊള്ളില്ല, ഇവർക്ക് ഭരണം നടത്താൻ അറിയില്ല എന്ന് പറഞ്ഞു മാറ്റണോ? അങ്ങനെയാണോ? അതിനുള്ള ശ്രമമാണോ നടന്നത്? എനിക്ക് ശ്വേതാ മേനോൻ മാഡത്തെ ഇഷ്ടമാണ്. നേരത്തെ ക്ലീൻ ചിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ശ്രീ ദിലീപിന് ക്ലീൻ ചിറ്റ് കൊടുത്തല്ലോ കോടതി. ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് പൂർണ്ണമായിട്ട് കോടതി പറഞ്ഞല്ലോ. ദിലീപിനെതിരെ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിച്ചല്ലോ. ഏതെങ്കിലും നിങ്ങൾ ചാനലുകൾ ശ്രീ ദിലീപിനെ ശക്തമായി അനുകൂലിച്ച് ചർച്ച എടുക്കുകയോ ശ്രീ ദിലീപിനെ അന്ന് പുറത്താക്കാൻ കാണിച്ച അമിതാവേശം ഉണ്ടായിരുന്നല്ലോ, ആ ആവേശത്തിന് പകരം എടുത്തോ? കോടതിയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു ഉത്തരവ് വന്നതല്ലേ? കോടതി ശ്രീ ദിലീപിനെതിരെ പറഞ്ഞ എല്ലാ കള്ളങ്ങളും പറഞ്ഞതല്ലേ? ദ ലാർജർ പോയിന്റ് ബീയിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നീതി കിട്ടിയിട്ടില്ല എന്നതാണ് അതിജീവിത നീതി കിട്ടി എന്നുള്ളതാണ് സത്യം. പിന്നെ വേറെ ആര് തീരുമാനിക്കും? ഇവിടുത്തെ മീഡിയ നീതി വേണ്ടത് അവരുടെ നീതിക്ക് വേണ്ടിയാണല്ലോ പോരാടിയത്. നീതി കിട്ടിയില്ല എന്ന് നീതി മതിയോ? ഇതിൽ കള്ളക്കേസിൽപ്പെട്ട ശ്രീ ദിലീപിന് നീതി വേണ്ടേ? ഇതിൽ സ്ത്രീകൾക്ക് മാത്രം നീതി മതിയോ? എന്താ ആണുങ്ങൾക്ക് കള്ളക്കേസിൽപ്പെട്ട നീതി വേണ്ടേ? കള്ളക്കേസാണ് കോടതി പോലും പറഞ്ഞില്ലല്ലോ. കള്ളക്കേസാണെന്ന് കോടതി പറഞ്ഞോ രാഹുൽ? കള്ളക്കേസാണെന്ന് കോടതി പറഞ്ഞു. കള്ളക്കേസാണ് എന്ന് കോടതി പറഞ്ഞു. കള്ളക്കേസാണെന്ന് രാഹുൽ അങ്ങ് വിധിച്ചാൽ മതിയോ? രാഹുലെ സമയം കുറവാണ്. രാഹുൽ അങ്ങ് വിധിച്ചാൽ മതിയോ കള്ളക്കേസാണെന്ന്? രാഹുൽ അങ്ങ് വിധിച്ചാൽ മതി. ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചർച്ചകളിലൊക്കെ വരുമ്പോ ഏട്ടനെ വെള്ളപൂശാൻ വേണ്ടി രാഹുൽ ശ്രമിച്ച് സമയം കളയരുത്. ഏട്ടനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള സമയമല്ല ഇത്. താങ്കൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ദിലീപിനെതിരെ അജണ്ട വെച്ച് പെരുമാറി. അതിന്റെ ജാള്യത ഇന്നും മാറിയിട്ടില്ല. ആ കേസിൽ തേഞ്ഞൊട്ടി പരാജയപ്പെട്ടതിന്റെ ജാള്യത ഇതുവരെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ മീഡിയയ്ക്കും മാറിയിട്ടില്ല. താരസംഘടനയിൽ പോലും വരാതെ വീട്ടിലിരിക്കുന്നവർക്കായിരിക്കും അതിന്റെ ജാള്യത. എനിക്കൊരു ജാള്യതയില്ല. താങ്കൾ പറഞ്ഞല്ലോ കുറ്റവിമുക്തനായെന്ന് താങ്കൾ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവർക്കായിരിക്കും ജാള്യതയുള്ളത്. കുറ്റവിമുക്തനായെന്ന് താങ്കൾ അവകാശപ്പെട്ടിട്ട് വീട്ടിലിരിക്കുന്നവർക്കായിരിക്കും ജാള്യത. അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും രാഹുൽ. ഇത് ആ വിഷയത്തിലുള്ള ചർച്ചയല്ല, ആ വിഷയത്തിലുള്ള ചർച്ചയല്ല. ദയവായി അതിൽ വെള്ളപൂശാനുള്ള സമയമായി ഇതിനെ കാണരുത്. ചാനൽ ചർച്ചകളിൽ മുഖം കാണിക്കാൻ പോലും ധൈര്യമില്ലാതെ വീട്ടിൽ ഒളിച്ചിരിക്കുക. ശ്രീ ദിലീപ് പുതിയ സിനിമ ഇറക്കുകയും ലാലേട്ടനോടടക്കം സിനിമ ഇറക്കുകയും ആ സിനിമ നന്നായി പോവുകയും ചെയ്തു. ആരും കാണാത്ത സിനിമയെ കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട രാഹുൽ. ഞാൻ രാഹുലിലേക്ക് തിരിച്ചെത്താം. ദിലീപിനെതിരെ അതെന്താ അറിയാമോ? മാഡം കണ്ടില്ലെന്നേ ഉള്ളൂ. അത് അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടിയ സിനിമയാ. ദിലീപിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണാം. എന്തുകൊണ്ടാണ് ഈ ഫെമിനിസ്റ്റുകൾ എന്ത് വിചാരിച്ചാലും ദിലീപിനെ ചെയ്യാൻ പറ്റാത്തത്? ഈ നാട്ടിൽ കോടതികളുണ്ട്. രാഹുലിന് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ ഒറ്റ കാര്യമേ ഉള്ളൂ. ശ്വേതാ മേനോൻജിക്ക് എല്ലാവരും പിന്തുണ നൽകി. കേരള സമൂഹം മുഴുവൻ പിന്തുണ നൽകി. അവരുടെ ഇടയിൽ അസ്വാരസ്യങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും ഉണ്ടായി. അത് കാരണം അവർ രാജിവെച്ചു. അല്ലാതെ ഇതിന്റെ പിന്നിൽ ഒരു പാട്രിയാർക്കൽ ഗൂഢാലോചനയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ശ്വേതാ മേനോനെ എല്ലാവരും പിന്തുണച്ചില്ലേ? ആരെങ്കിലും എതിർത്തോ? ആരെങ്കിലും ശ്വേതാ മേനോനെ എതിർത്തോ? എല്ലാവരും ഒരേ പിന്തുണച്ചു. പക്ഷെ പിന്നീട് അവർക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവർ പക്ഷേ ഈ സംഘാടകയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഗംഭീര നടിയാണ്. അമീർ ഖാന്റെ കൂടെയും സൽമാൻ ഖാന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അവർക്ക് ഇവിടെ കൊണ്ടുവന്നപ്പോൾ പോകാൻ കഴിഞ്ഞില്ല. ശ്രീ എടവേള ബാബു അടക്കമുള്ളവർ മികച്ച സംഘാടകരാണ്, നമുക്കറിയാവുന്നവരാണ്. അവർ എത്രയോ വർഷം അമ്മയെ നല്ല രീതിയിൽ കൊണ്ടുപോയതാണ്. അപ്പൊ ആ രീതിയിൽ സംഘാടന മികവ് ഒരുപക്ഷെ വേണ്ട രീതിയിൽ അവർക്ക് കാണില്ല. പുതിയ ഭരണസമിതി വരട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ, അങ്ങനല്ലേ ചെയ്യാൻ പറ്റൂ. നല്ല രീതിയിൽ സംഘടനയെ കൊണ്ടുപോകാൻ കഴിവുള്ള ആൾക്കാർ വേണ്ടേ? അതെ അതെ. ഇടവേള ബാബു ആയിരുന്നപ്പോഴാണ് സ്വന്തം കിന്നായിരുന്ന ഒരു സ്ത്രീക്ക് ഇതൊരു സെക്ഷൽ അസോൾട്ട് വരികയും, ഞാനല്ല, സെക്ഷൽ അസോൾട്ട് എന്നുള്ളത് കോടതി വരെ അംഗീകരിച്ച കാര്യമാണ്. സെക്ഷൽ അസോൾട്ട് വരികയും അവരെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുകയും വലിയ ക്രൈസിസിലോട്ട് പോകുകയും ഒക്കെ ചെയ്ത ആ സന്ദർഭങ്ങളെയാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് വളരെ നന്നായിട്ട് സംഘടനാ പാഠം ഉണ്ടായിരുന്നു എന്ന്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഏത് പാരാമീറ്റർ വെച്ചാണ് മഹാതാരങ്ങൾ ഉൾപ്പെടെ നടത്തിയ വാർത്താ സമ്മേളനം, അവരുടെ ആ
എന്താ അതെ, എനിക്ക് പ്രഭാവലയം എന്റെ എങ്ങനെ കയ്യിൽ ഒരുപാട് ഇല്ലാതായി ചോദ്യങ്ങളുണ്ട്, എന്നത് എന്റെ നമ്മൾ കയ്യിൽ കണ്ടതാണ്. ഉത്തരങ്ങളില്ല എന്ന് പറഞ്ഞ മഹാനടനാണ്. അതെ, അവരുടെ ആ പ്രഭാവലയം അന്ന് ഇല്ലാതായതാണ് കുറെ അധികം ആരാധകർക്ക് മുന്നിൽ. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഞാൻ രാഹുലിനോട് വരാം. രഞ്ജിനി ഇവിടെ അങ്ങനെയാണ് നോക്കൂ. ദൃശ്യം 300 കോടി കടന്നത്. ആ രഞ്ജിനി അങ്ങനെയാണ് നോക്കൂ. ദൃശ്യം പ്രഭാവലയം ഇല്ലാത്തതുകൊണ്ടാണ് ദൃശ്യം അല്ല, 300 കോടി കടന്നത്. അതിപ്പം നമ്മളുടെ ഓരോ കോൺസെപ്റ്റ് അല്ലേ, അതില്ലാതെയായി എന്ന് പറഞ്ഞ് സിനിമ കാണാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ഞാൻ രാഹുലിലേക്ക് വരാം. രഞ്ജിനി നോക്കൂ. നേരത്തെ ഭബ്ബബ്ബ പറഞ്ഞപ്പോ ഇതല്ല പറഞ്ഞത്. രഞ്ജിനി ദിലീപിന്റെ കാര്യത്തിൽ വേറൊന്നും, ലാലേട്ടന്റെ നല്ല കാര്യത്തിൽ പറഞ്ഞ കാര്യമാണ് രാഹുൽ പറഞ്ഞത്. സമയം കളയാതെ രഞ്ജിനി നോക്കൂ. ദാ ഇപ്പോൾ രാഹുൽ തന്ന ഈ നറേറ്റീവ് ഉണ്ടല്ലോ, അവർക്ക് അവസരം കൊടുത്തു, അവർ പരാജയപ്പെട്ടു, അവർക്ക് നയിക്കാൻ പറ്റിയില്ല, അവർ പുറത്തു പോന്നു. ഇനി കഴിവുള്ളവർ വരട്ടെ. അപ്പോ ഇതിൽ തീരുമോ ഈ റിഫോംസ് എന്ന് നമ്മൾ പറഞ്ഞത് ഒക്കെ തീർന്നു? ഇതുകൊണ്ട് അവസാനിപ്പിക്കുമോ താരസംഘടന? ഇനി പതിവ് പോലെ എങ്ങനെയാണോ പതിറ്റാണ്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ പോയ ഭരണം, അതിന്റെ ഒരു തുടർച്ച ഇനിയും വരുന്നു എന്നതാണോ നമ്മൾ കാണേണ്ടത്? അങ്ങനെ തീരുമോ? ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ. ശ്വേത വാർത്തക്ക് മുമ്പ് തന്നെ എന്തൊക്കെ പ്രീവിയസ് മാനേജ്മെന്റ് എന്താ ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ഇപ്പൊ ശ്വേതക്ക് എന്താ നടന്നു എന്ന് എല്ലാവർക്കും ഇപ്പൊ അറിയാം. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ എന്താ വരാൻ പോകുന്നത്, ഇത് ഒരു വില കൊടുക്കാൻ പോകുന്നില്ല ആരും. ബിക്കോസ് ഇത് ഇങ്ങനെയാണ്. സോ ദ ഓൺലി തിങ് ഈസ് AMMA ഇസ് ജസ്റ്റ് ഫോർ വെൽഫെയർ മാത്രം നോക്കിയാൽ മതി. അവിടുത്തെ ഒരുപാട് എന്താ പറയാ പ്രോബ്ലംസ് ഉള്ള ആർട്ടിസ്റ്റ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ ഫൈനാൻഷ്യലി കുറച്ച് ഇതായിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങൾ അവർക്ക് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പ്രൊഫഷണലിസം ഇല്ല, കോമ്പറ്റൻസ് ഇല്ല. അപ്പോ സോ ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് എ വെൽഫെയർ ഓർഗനൈസേഷൻ. പിന്നെ എനിക്ക് വളരെ സന്തോഷം, രാഹുൽ ഈശ്വർ ഇസ് ഓൾവേസ് സപ്പോർട്ടിങ് ദം. ദാറ്റ് ഈസ് വെരി ഗുഡ് ഓഫ് യു. ബിക്കോസ് ഇങ്ങനത്തെ ആൾക്കാരാണ് അതിലെയും ഉണ്ട്. AMMA ഒരു മെജോറിറ്റി ഓഫ് ദം ആർ ലൈക്ക് യു. സോ അത് കാരണം കൊണ്ട് സോ യു അക്സെപ്റ്റിംഗ് ഇറ്റ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ അക്സെപ്റ്റിംഗ് ഇറ്റ്. സോ അത് തന്നെ അവിടെയും ഇരിപ്പുണ്ട്. സോ എന്തായാലും നമുക്ക് ജസ്റ്റിസ് ഉണ്ടാവാൻ പോകുന്നില്ല. സോ അതൊരു വെൽഫെയർ ഓർഗനൈസേഷൻ ആക്കാം. പിന്നെ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രീവൻസസോ ഇത് അവർ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കോമ്പറ്റൻസി ഇല്ല. ദേ അൺപ്രൊഫഷണൽ. അത് കാരണം കൊണ്ട് ട്രൈബ്യൂണൽ വന്നാലേ ഇത് ശരിയാവും. അതർവൈസ് ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾക്കെല്ലാം വലിയ പ്രതീക്ഷ വേണ്ട, അടുത്ത ആൾക്കാർ വന്ന് പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും അൺടിൽ വൺ ഡേ ഐ തിങ്ക് പ്രകാശ് പാരെ പറഞ്ഞ പോലെ ഇത് ഫൈനൽ ബസ്. അങ്ങനെ നമുക്ക് ഇത് ഇപ്പൊ തന്നെ അത് അവസാനിപ്പിച്ചു. ബിക്കോസ് ഇപ്പൊ എല്ലാവർക്കും അറിയാം വാട്ട് ഇസ് AMMA ഫോർ. അപ്പോ അതിനെ കുറിച്ച് വലിയ ഗ്ലോറിഫിക്കേഷനോ ഇതിൽ പോയാൽ നമുക്ക് നല്ലത് നടക്കുമോ അത് നമ്മൾ ഒന്നും വിചാരിക്കണ്ട. ഇത് ഇങ്ങനെ തന്നെ പോയിക്കോളും. ഇറ്റ്സ് എ ക്ലബ്. ഇറ്റ്സ് എന്താ പറയാ എന്റർടൈൻമെന്റ് ക്ലബ്. ഓക്കെ, നമുക്ക് ക്ലബിംഗ് മീൻസ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തന്നെ പീസ്ഫുൾ ആയിട്ട് പോയി ഫുഡ് കഴിക്കാം, എൻജോയ് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് പോയാല് ഒരുപാട് പ്രോബ്ലംസ് ആണ്. നോബഡി ഈസ് ഗോയിങ് ടു അഡ്രസ്. നമുക്ക് വേണ്ടി ആരും അവസാനിപ്പിക്കാൻ നമുക്ക് 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിപ്ലവം ഇനി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണോ? അതോ ലാസ്റ്റ് ബസ് നേരത്തെ പോയി എന്ന് പറഞ്ഞതാണ് മാളവിക, അതുകൊണ്ട് തന്നെ ഇത് ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട എന്നതാണോ? അതെ, എനിക്ക് AMMA എന്നുള്ള സംഘടനയിൽ നിന്ന് വലിയ പ്രതീക്ഷകളില്ല. ഇവിടെ രഞ്ജിനി മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വർഷത്തിൽ ഒരു ഷോ നടത്തുന്ന ഒരു അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി, അങ്ങനെയുള്ള കമ്മിറ്റീസ് ഉണ്ടല്ലോ. സോറി, അത് പറയുന്ന അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി മേ ബി വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ കോളേജിലൊക്കെ ഒരു ഷോ നടത്താൻ വേണ്ടി ഒരു വർഷം ഒരു ഷോ നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാവില്ല. അതുപോലെ ഒരു കമ്മിറ്റി ആയിട്ട് നമ്മൾ AMMA കണ്ടാൽ മതി എന്നാണ്. അതിന് ഇത്രയും വലിയ പൈസ കൊടുത്ത ആൾക്കാർ ചേരേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് ആക്ടേഴ്സ് ആയിട്ടുള്ളവർ അവരുടെ കണ്ണ് തുറക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരുടെ ഒരു റൈറ്റ്സിന് വേണ്ടിയുള്ള ഒരു അഡ്വക്കസിയോ അവരുടെ ഒരു ഗ്രീവിയൻസ് പരിഹാരമോ പർട്ടിക്കുലർലി മേജർ ലൈനപ്പിൽ നിൽക്കാത്ത ലീഡ്സ് അല്ലാത്ത ആൾക്കാർ ഇതിൽ പോയി ഇത്ര വലിയ ഭീമമായ തുക കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കരുത് എന്നുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ണുതുറപ്പും കൂടെ നടക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഒത്തുകൂടി ഒരു ഷോ നടത്തി പിരിഞ്ഞു പോകുന്ന ഒരു അസോസിയേഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്. അമ്മ ഒരു വിപ്ലവ സംഘടനയൊന്നും അല്ല. ട്രാവൻകൂർ കൊച്ചിൻ ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട വെൽഫെയർ കുറെ മനുഷ്യർ കൂടാനുള്ള ഒരിടം. അവിടെ സ്ത്രീകളും എന്താണ് സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ഒക്കെ അറിയാതെ ചെന്ന് പെട്ടുപോകുന്നതാണ്. അവർ പേര് രക്ഷപ്പെടണം.
അതിന്റെ ട്രഷറി തന്നെ ഓടിപ്പോയി. പിന്നെ അതെ പിന്നെ അല്ലേ ചാരിറ്റി എന്ന് പറയുന്നത്. അമ്മ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് ഓടിപ്പോയി. ട്രഷറി സംഘടനയാണ്. അമ്മ വിപ്ലവം കൊണ്ടുവരാനോ ഫെമിനിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കാനോ ഉള്ള ഒരു സംഘടന അല്ല. അമ്മയുടെ പറയുന്ന ആ സംഘടനയ്ക്ക് അതിലെ മക്കളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല, അതിലെ പെൺമക്കളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. താങ്കൾ അമ്മ അമ്മ എന്ന് ആവർത്തിച്ച് പറയുന്ന ആ സംഘടനയ്ക്ക് അമ്മയുടെ വെബ്സൈറ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്ന കാര്യം ശ്രീ രാഹുൽ താങ്കൾ ആവർത്തിച്ച് അമ്മ അമ്മ എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് അതിലെ പെൺമക്കളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല, അവരുടെ കാവൽ നോക്കാൻ പറ്റുന്നില്ല, അവർക്ക് നീതി ഉറപ്പാക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം. അതാണ് അതിന്റെ പ്രശ്നം. വഴി നടന്നിട്ടുണ്ട്, ചാരിറ്റിയാണ്, അതിൽ ഫ്രോഡ് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം പോലീസ് അത് ഹാൻഡിൽ ചെയ്യരുത്. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ശ്വേതാ മേനോനെയും ഭരണസമിതിയെയും രാജിയിലേക്ക് തള്ളിവിട്ടതോ എന്നതാണ് ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 77% പേർ, അല്ല എന്ന് പറയുന്നത് 18% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 5% പേർ. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.